Good morning, everyone. അപ്പോൾ ടുഡേയ്സ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈസ് സെൽവിഗാർ സിൻഡ്രോം. നോക്കാം, ചെറിയ ടോപ്പിക്കാണ്. 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് പൊതുവെ വരാറ്. ചെറിയൊരു ടോപ്പിക്കാണ് സെൽവിഗാർ സിൻഡ്രോം എന്ന് പറയുമ്പം. ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ. ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. ജനറ്റിക് ഡിസോർഡർ ഇറ്റ് വിൽ ബി ഇൻഹെറിറ്റഡ്. പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് സെൽവിഗാർ സിൻഡ്രോം. ഓക്കെ അല്ലേ? സെൽവിഗാർ സിൻഡ്രോം ഇറ്റ് ഇസ് എ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് വിൽ ബി ഇൻഹെറിറ്റഡ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഓൾസോ കോൾഡ് ആസ് സെറിബ്രോ ഹെപ്പാറ്റോറീനൽ സിൻഡ്രോം. അതായത് സെറിബ്രോ ഹെപ്പാറ്റോറീനൽ സിൻഡ്രോം. ഈ പറഞ്ഞ സെറിബ്രം ബ്രെയിന്, അതുപോലെ ഹെപ്പാറ്റോ ലിവർ, അതുപോലെ തന്നെ റീനൽ കിഡ്നി, ഈ 3 ഭാഗത്തെയും ഈ രോഗം ബാധിക്കും. അതുകൊണ്ട് സെറിബ്രോ ഹെപ്പാറ്റോറീനൽ സിൻഡ്രോം, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുക. അപ്പം സെൽവിഗാർ സിൻഡ്രോം ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെറിബ്രോ ഹെപ്പാറ്റോറീനൽ സിൻഡ്രോം. 2 പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കുമ്പം ഇറ്റ്സ് എ പെറോക്സിസോമൽ ഡിഫക്റ്റ്. അതായത് നമ്മൾ പെറോക്സിസോമിൻ സെല്ലിൻ്റെ ഉള്ളിലെ ഓർഗനലിലെ ആയ പെറോക്സിസോമിനാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെൽവിഗാർ സിൻഡ്രോം. ഇറ്റ്സ് എ പെറോക്സിസോമൽ ഡിഫക്റ്റ് ഓഫ് ദി സെൽ. സെല്ലിലെ പെറോക്സിസോമൽ ഡിഫക്റ്റാണ് എന്ത്? സെൽവിഗാർ സിൻഡ്രോം. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പെറോക്സിസോംസ്, ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു രോഗമുള്ള ഒരാളുടെ ബോഡിയിൽ പെറോക്സിസോംസ് എടുത്തു കഴിഞ്ഞാൽ ആ പെറോക്സിസോംസിനെ നമുക്ക് സ്പെഷ്യലി വിളിക്കാൻ പറ്റുന്ന 2 പേരാണ് എം ടി പെറോക്സിസോം അല്ലെങ്കിൽ പെറോക്സിസോമൽ ഗോസ്റ്റ്. എം ടി പെറോക്സിസോം അല്ലെങ്കിൽ പെറോക്സിസോമൽ ഗോസ്റ്റ്. ഹിയർ ദ പെറോക്സിസോംസ് ആർ ഓൾസോ കോൾഡ് ആസ് എം ടി പെറോക്സിസോംസ് ഓർ പെറോക്സിസോമൽ ഗോസ്റ്റ്. ആ 2 വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് ഇറ്റ്സ് ജനറ്റിക് ഡിസോർഡർ ആണ്. ഓൾസോ കോൾഡ് ആസ് സെറിബ്രോ ഹെപ്പാറ്റോറീനൽ സിൻഡ്രോം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പെറോക്സിസോമൽ ഡിഫക്റ്റ് ഓഫ് ദി സെല്ലിൻ്റെ ഒരു പെറോക്സിസോമിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇത്. അപ്പം പെറോക്സിസോമൽ ഡിഫക്റ്റ് ഓഫ് ദി സെൽ. അതുപോലെ തന്നെ അത്തരം പെറോക്സിസോമിൽ നമ്മൾ എന്ത് വിളിക്കും? എം ടി പെറോക്സിസോം അല്ലെങ്കിൽ പെറോക്സിസോമൽ ഗോസ്റ്റ്. ഈ 4 പോയിന്റ് ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എം ടി പെറോക്സിസോം അല്ലെങ്കിൽ പെറോക്സിസോമൽ ഗോസ്റ്റ് എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെറോക്സിസോമിലേക്ക് ആവശ്യമായ എൻസൈം, അതായത് പെറോക്സിസോമൽ എൻസൈംസ് ബോഡിയിൽ സിന്തസൈസിങ് നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ പെറോക്സിസോമിലേക്കുള്ള എൻട്രി, ഇപ്പം ഈ കാണുന്നത് ഇത് പെറോക്സിസോമാണ്, ഈ വലിയ സർക്കിൾ. അപ്പോൾ ഈ പെറോക്സിസോമിലേക്ക് ഈ എൻസൈം എന്ന് പറഞ്ഞാൽ ഈ ചെറുത് കൊടുക്കുന്ന വൈറ്റ് കളറുള്ളത് പെറോക്സിസോമൽ എൻസൈംസാണ്. പെറോക്സിസോമൽ എൻസൈംസിൻ്റെ പെറോക്സിസോമിലേക്കുള്ള എൻട്രിയെ എന്താക്കിയിരിക്കുകയാണ്? ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. പെറോക്സിസോമൽ എൻസൈംസിൻ്റെ പെറോക്സിസോമിലേക്കുള്ള എൻട്രി ബ്ലോക്ക് ആക്കിയിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? പെറോക്സിസോമിൽ എന്തുണ്ടാവില്ല? എൻസൈംസ് ഉണ്ടാവില്ല. അപ്പോൾ പെറോക്സിസം ചെയ്യേണ്ട ഫങ്ഷൻസ് നടക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? എം ടി പെറോക്സിസോം വിളിക്കാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? എം ടി പെറോക്സിസോം എന്ന് വിളിക്കാം. ദ എൻട്രി ഓഫ് പെറോക്സിസോമൽ എൻസൈം ടു പെറോക്സിസോം ഇസ് ഡിനൈഡ്. അതർവൈസ് വേറെ രീതി പറയുകയാണെങ്കിൽ പെറോക്സിസോമൽ എൻസൈംസ് ആർ സിന്തസൈസ്ഡ് ബട്ട് ദെയർ എൻട്രി ഇൻ ടു പെറോക്സിസോം ഇസ് ഡിനൈഡ്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേര് വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ എൻസൈം എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പെറോക്സിസോമിൻ്റെ ഫംഗ്ഷൻ നടക്കില്ല. അപ്പോൾ അതിലൊരു ഫംഗ്ഷനാണ് ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്, VLCFA. അപ്പം പെറോക്സിസോമൽ എൻസൈംസിൻ്റെ ഡിഫക്റ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡിഫക്റ്റീവ് ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഓക്സിഡേഷൻ നടക്കാതെ വരും. അപ്പോൾ അതിലൊരു ഡിഫക്റ്റ് വന്നു. അതാണ് ഇങ്ങനെ എൻസൈംസ് എത്താതെ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ, സെൽവിഗാർ സിൻഡ്രോമിൽ കാണുന്ന പ്രശ്നം എന്താ വെച്ചാൽ ദ entry of peroxisomal enzymes onto peroxisome is denied, thus result in the defective oxidation of very long chain fatty acid. വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ എന്താവില്ല? നടക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് എന്താവും? അക്യുമുലേഷൻ തുടങ്ങും. എവിടെയൊക്കെ? CNS. അപ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് റിസൾട്ട് ഇൻ ന്യൂറോളജിക്കൽ ഇമ്പയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഇൻ ചൈൽഡ്ഹുഡ്. ചെറുപ്പത്തിൽ തന്നെ മരണത്തിന് കാരണമാകും. അപ്പം എന്താ പറഞ്ഞു വന്നേ? സെൽവിഗാർ സിൻഡ്രോം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ ആണ്, ഇൻഹെറിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെറിബ്രോ ഹെപ്പാറ്റോറീനൽ സിൻഡ്രോം. പിന്നെയോ ഇതെന്താണ്? ഇതൊരു പെറോക്സിസോമൽ ഡിഫക്റ്റ് ഓഫ് ദി സെല്ലാണ്. ഇവിടെ എന്താ നടക്കുന്നത്? അപ്പം പെറോക്സിസോമൽ ഡിഫക്റ്റ് ആയതുകൊണ്ട് ആ പെറോക്സിസോമൽ നമ്മൾ എന്ത് വിളിച്ചു? എം ടി പെറോക്സിസോം അല്ലെങ്കിൽ പെറോക്സിസോമൽ ഗോസ്റ്റ് എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? ഇവിടെ പെറോക്സിസോമൽ എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബട്ട് ദെയർ എൻട്രി ഓൺ ടു പെറോക്സിസോംസ് ആർ ഡിനൈഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ എൻസൈം നടക്കേണ്ട ഫംഗ്ഷൻ നടക്കാതെ വരും. എന്തായിരുന്നു ആ എൻസൈമിൻ്റെ ഫംഗ്ഷൻ? ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്.
വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ ആയിരുന്നു ആ പറഞ്ഞ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എൻസൈം ഇല്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് അക്യുമുലേഷൻ വരും. ഓക്കെ അല്ലേ? എവിടെയൊക്കെ അക്യുമുലേഷൻ വരിക? CNSൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ന്യൂറോളജിക്കൽ ഇമ്പയർമെൻറ്റ്. അതുപോലെ തന്നെ ഡെത്തിൻ, മരണം, ചെറുപ്പത്തിൽ തന്നെ മരണവും സംഭവിക്കും. ഇനി ആ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ C26 to C238 പോളി ഇനോയിക് ആസിഡ് ഇൻ ബ്രെയിൻ എന്ന് പറയാം, സ്പെസിഫിക്കലി പറയുമ്പോൾ. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കണം. സോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? നമ്മളെ പറഞ്ഞ എൻസൈമിനെ, അതായത് എൻസൈം പെറോക്സിസോമൽ എൻസൈംസിൻ്റെ പെറോക്സിസോമിലേക്കുള്ള എൻട്രി ഡിനൈ ചെയ്യുക. അതായത് ആ എൻസൈമിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പെറോക്സിസോം ആയിരുന്നു അല്ലേ? ഒരു എൻസൈമിന് ടാർഗറ്റ് ഉണ്ടാവില്ല, ടാർഗറ്റ് സെല്ല് അല്ലെങ്കിൽ ടാർഗറ്റ് ഏരിയ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പെറോക്സിസോമൽ എൻസൈംസിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെറോക്സിസോം ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ആ എൻസൈമിൻ്റെ ടാർഗറ്റിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താ? സോ ആസ് ദ പ്രോട്ടീൻ കുഡിൻ എൻ്റർ ദ ടാർഗറ്റ് ഏരിയ, ദിസ് ഇസ് എ പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഡിഫക്റ്റ്. ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെൽവിക സിൻഡ്രോം ഈസ് എ പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഡിഫക്റ്റ്. എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പെറോക്സിസോമൽ എൻസൈംസ്, ആ പ്രോട്ടീൻസിന് അതിൻ്റെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ? അതിൻ്റെ ടാർഗറ്റിംഗ് ഡിഫക്റ്റാണ്. സോ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഡിഫക്റ്റ്. ഓക്കെ, ഇനി ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ? ഒന്ന്, എലിവേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പിന്നെന്ത് സംഭവിക്കും? എലിവേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഇത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ്. മെയിൻലി ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ഫാറ്റി ആസിഡ് നടക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ന്യൂറോളജിക്കൽ ഇമ്പയർമെൻറ്റും ഡെത്ത് ഇൻ ചൈൽഡ്ഹുഡും. അതുപോലെ തന്നെ ഈ പെറോക്സിസോമൽ ഡിസോർഡർ, അതായത് ഒരു 3 പെറോക്സിസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പെറോക്സിസോമൽ ബയോജെനസിസ് ഡിസോർഡർ. പെറോക്സിസോമിൻ്റെ ഒരു 3 ഡിസോർഡേഴ്സ് ഉണ്ട്. ആ 3 ഡിസോർഡേഴ്സിനെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് പെറോക്സിസോമൽ ബയോജെനസിസ് ഡിസോർഡർ. ഏതൊക്കെയാണത്? ഒന്ന്, സെൽവിക സിൻഡ്രോം, നമ്മളിപ്പോൾ പറഞ്ഞ സെൽവിക സിൻഡ്രോം. പിന്നെ അതുപോലെ തന്നെ അഡ്രിനോ ലൂക്കോഡിസ്ട്രോഫി, അതുപോലെ തന്നെ ഇൻഫൻറ്റൈൽ റെഫ്സം ഡിസീസ്. ഈ 3 ഡിസീസസ് ആണ് പെറോക്സിസോമൽ ബയോജെനസിസ് ഡിസോർഡർ. അപ്പോൾ നമുക്ക് എങ്ങനെ പോയിന്റ് ചെയ്താം? സെൽവിക സിൻഡ്രോം ഇസ് ഇൻക്ലൂഡഡ് അണ്ടർ പെറോക്സിസോമൽ ബയോജെനസിസ് ഡിസോർഡർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണെന്ത്? അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? മെൻ്റൽ റിട്ടാർഡേഷൻ പറഞ്ഞു, CNSനെ ബാധിക്കും. അപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷൻ, ഹെപ്പറ്റോമെഗാലി ലിവറിനെ ബാധിക്കും, നെഫ്രോപ്പതി കിഡ്നീനെ ബാധിക്കും, സെറിബ്രോ ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം. ഓക്കെ, ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് നടക്കാത്തത് കൊണ്ട് ദർ വിൽ ബി എലിവേറ്റഡ് ലെവൽ ഓഫ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്, അതും ഓക്കെ. പിന്നെ ഫ്ലാറ്റൻഡ് ഫേസ്, അതുപോലെ CT സ്കാൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടൽ ലോബിന് അട്രോപ്പി കാണാൻ പറ്റും. ദർ ഇസ് എ വി ക്യാൻ സീ ഫ്രണ്ടൽ ലോബ് അട്രോപ്പി ഇൻ CT സ്കാൻസ്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ സെൽവിക സിൻഡ്രോം. ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഒന്നുകൂടി പറയുമ്പോൾ, ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് വിൽ ബി ഇൻഹെറിറ്റഡ്. ജനറ്റിക് ഡിസോർഡർ ആണ്, ഇൻഹെറിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെറിബ്രോ ഹെപ്പാറ്റോ റീനൽ സിൻഡ്രോം. പെറോക്സിസോമൽ ഡിഫക്റ്റ് ഓഫ് ദി സെല്ലാണ്. അത്തരം പെറോക്സിസോമിനെ വിളിച്ച പേരെന്താ? എംടി പെറോക്സിസോം അല്ലെങ്കിൽ പെറോക്സിസോമൽ ഗോസ്റ്റ് എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? പെറോക്സിസോമൽ എൻസൈംസ് ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ പെറോക്സിസോമിലേക്കുള്ള എൻട്രീൻ എന്തായി? ഡിനൈ ചെയ്തു. അപ്പോൾ പെറോക്സിസോംസ് എന്തായി? MT ആയി. ഓക്കെ അല്ലേ? ഇങ്ങനെ അതാത് എൻസൈം എത്താതെ വരുമ്പോൾ എൻസൈം ചെയ്യേണ്ട പണി നടക്കാതെ വരാണ്. എൻസൈം ചെയ്യുന്ന പണി എന്താ? ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. അപ്പം ദർ ഈസ് എ ഡിഫക്റ്റീവ് ഓക്സിഡേഷൻ ഓഫ് വെരി ലോങ് ഫാറ്റി ആസിഡ്. അപ്പം അങ്ങനെ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് അക്യുമുലേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? CNSന് ന്യൂറോളജിക്കൽ ഇമ്പയർമെൻറ്റും അതുപോലെ തന്നെ ഡെത്ത് ഇൻ ചൈൽഡ്ഹുഡ്, ഇത് രണ്ടും നടക്കും. സ്പെസിഫിക്കലി വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് പറയാൻ C26 to C38 പോളി ഇനോയിക് ആസിഡ് ഇൻ ബ്രെയിൻ. മാത്രമല്ല എൻസൈംസിന് അതിൻ്റെ ടാർഗറ്റിൽ എത്താൻ പറ്റാത്തത്, പ്രോട്ടീൻസിന് അതിൻ്റെ ടാർഗറ്റിൽ എത്താൻ പറ്റാത്തതായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തും വിളിക്കാം? പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഡിഫക്റ്റ് എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? ആൻഡ് ദ സെൽവിക സിൻഡ്രോം ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ പെറോക്സിസോമൽ ബയോജെനസിസ് ഡിസോർഡർ. ഓക്കെ അല്ലേ? താങ്ക് യു. ഹോപ്പ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.